കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂളിനെതിരെ നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം ചോദിച്ച് മാനേജ്മെന്റിനോട് വിശദീകരണം തേടാനാണ് സർക്കാരിന്റെ തീരുമാനം. സ്കൂളിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് നിലപാട് വ്യക്തമാക്കണം. അടിയന്തര സഹായമായി 3 ലക്ഷം രൂപ മിഥുന്റെ കുടുംബത്തിന് നൽകുമെന്നും ഇളയ മകന്റെ +2 വരെയുള്ള പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന AEOയിൽ നിന്നും ഉടൻ വിശദീകരണം തേടും. കൊല്ലം AEO ആന്റണി പീറ്ററിനായിരുന്നു DOയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. അപ്പോൾ അധിക ചുമതല ഉണ്ടായിരുന്ന ആന്റണി പീറ്ററിനോടായിരിക്കും വിശദീകരണം ചോദിക്കുന്നത്. ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശദീകരണം ആവശ്യമാണ്. നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെന്റ് നോട്ടീസ് നൽകും. നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിന്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല. മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. സ്വന്തം വീടില്ല, ഒരു സെന്റോ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുന്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും. സ്ഥല സൗകര്യം കൂടെ നോക്കിയിട്ട് ഇളയ കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ PD അക്കൗണ്ടിൽ നിന്നും മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമെന്നുള്ള നിലയിൽ 3 ലക്ഷം രൂപ നൽകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ്. വന്ന ശേഷം ആലോചിച്ച ശേഷം കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലുള്ള ആലോചന ഉണ്ടാവും. ഇതിനൊരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആലോചന തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുള്ള ഹരി, വിശദമായി തന്നെ എന്താണ് സർക്കാരിന്റെ നിലപാട് എന്നത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ വാർത്താ സമ്മേളനത്തിൽ. ഈ ഗുരുതര വീഴ്ചയിൽ നടപടി പ്രധാന അധ്യാപികയിൽ മാത്രമായി ഒതുങ്ങിപ്പോകുമോ? ഈ നടപടി പ്രധാന അധ്യാപികയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ഇതൊരു തുടക്കം മാത്രമാണെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഈ വിഷയത്തിൽ ഗൗരവമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ എടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന് സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് അവിടെ തീരുന്നില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെന്റിനെതിരെ നടപടി എടുക്കാതിരിക്കാനുള്ള കാരണമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചിരിക്കുന്നത്. അത് 3 ദിവസത്തിനകം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് രേഖാമൂലം മാനേജ്മെന്റ് മറുപടി നൽകണമെന്നും ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിന് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർ യോഗം ചേർന്ന് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം മാനേജ്മെന്റിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നുള്ള തരത്തിൽ ഇപ്പോൾ തന്നെ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏത് വിഷയം വന്നാൽ ഉടനെ സ്കൂളുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നാലും അത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നതിനെതിരെയാണ് അധ്യാപക സംഘടനകൾ KPSTA ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. പ്രധാന അധ്യാപിക വരുന്നതിന് മുമ്പേ തന്നെ അവിടെ ആ സ്കൂൾ സൈക്കിൾ ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡ് നിർമ്മിച്ചത് മാനേജ്മെന്റാണ്. അത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചൊരു സൈക്കിൾ ഷെഡാണ്. സ്വാഭാവികമായും മാനേജ്മെന്റിനെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. പ്രധാന അധ്യാപികയെ കുരുതി കൊടുക്കരുത് എന്നുള്ളതാണ് ഈ അധ്യാപക സംഘടനകൾ KPSTA ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അധ്യാപികയ്ക്കെതിരെ മാത്രമായി നടപടി ഒതുക്കരുത് എന്നതാണ് അധ്യാപക സംഘടനകളുടെ ഉൾപ്പെടെ ആവശ്യം. TS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും വിവിധ വകുപ്പുകളുടെ ഭാഗത്തുണ്ടായി എന്നത് വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ എന്ത് കൂടുതൽ നടപടി സർക്കാരിനുണ്ടാകും എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.